വൈ യു ആർ വെറീഡ് അബൌട്ട് ഹിം. എന്തിന് അവനെക്കുറിച്ച് ആകുലപ്പെടുന്നു? ചിലപ്പോഴൊക്കെ നമുക്കും പറ്റുന്ന അപകടമാണിത്. നമ്മളും ചുറ്റുമുള്ളവരുടെ അവസ്ഥകളെ കുറിച്ച്, അതായത് അവരുടെ ദയനീയ അവസ്ഥകളുടെ മേൽ അലിവല്ല, അവരെക്കുറിച്ച് കൺസേൺഡ്. അവരെങ്ങനെയായിരിക്കും? അവരൊക്കെ രക്ഷിക്കപ്പെടുവോ? അവരോട് കർത്താവ് എന്തായിരിക്കും പറയുന്നത്? അവരെന്തായിരിക്കും ചെയ്യേണ്ടത്? അവർ ഫുൾഫിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കും? ഇതൊക്കെയാണ് നമ്മൾ വല്ലാണ്ട് കൺസേൺഡ്. അവരുടെയൊക്കെ കാര്യം എങ്ങനെയാ കർത്താവേ? പള്ളിയിലൊന്നും വരുന്നില്ലല്ലോ, ഇവിടെ ഞങ്ങൾ ധ്യാനമൊക്കെ വെച്ചിട്ട് അവരെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരങ്ങനെ ബൈബിൾ വായിക്കുന്നതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല, അവരങ്ങനെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതായിട്ട് എൻ്റെ അറിവിലില്ല, കുമ്പസാരം ഒന്നും നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഇവന്റെയൊക്കെ കാര്യം എങ്ങനെയാണ്? അപ്പൊ കർത്താവ് നമ്മൾ നോക്കിയിട്ട് പറയും, അതെ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലേ? എന്താ അത്? എന്നെ അനുഗമിക്കുക. അവനെക്കുറിച്ച് എനിക്കൊരു ഹിതമുണ്ട്, എനിക്കൊരു പദ്ധതിയുണ്ട്, അത് ഞാൻ നടപ്പിലാക്കിക്കൊള്ളാം. വൈ ആർ യു വെറീഡ് അബൌട്ട് ഹിം? ശരിക്കും നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ആത്മീയ വളർച്ചയിൽ വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയാറില്ലേ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ചിലപ്പോൾ നമുക്കും അത് ആവശ്യമുണ്ടെന്നേ. അത് ഒരു സ്വാർത്ഥതയല്ല അത് പഠിപ്പിക്കുന്നത്. അതായത് മറ്റാരിലേക്ക് ഒരു നോട്ടം ഇല്ലാതെ, ആരുടെ ജീവിതത്തെക്കുറിച്ചും നമ്മളൊരു അലിവോ ഒരു കരുണയോ ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക, അതല്ല അർത്ഥം. അവരെ ജീവിക്കാൻ അനുവദിക്കുക. അവരെ, കർത്താവിനൊരു പദ്ധതി കാണും അവരെ. ഇപ്പൊ ചിലരെ കുറിച്ചൊക്കെ നമ്മൾ വിധി പറയുമ്പോഴേ ഇവ ശരിയല്ല എന്നൊക്കെ പറയുമ്പം ഉടനെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് കരുണ കാണിച്ചത് കൊണ്ടാണല്ലോ അവൻ ഇപ്പോഴും അവിടെ ഉള്ളത്. നമ്മുടെ ചുറ്റുമുള്ള പലരും, നമുക്ക് ഇഷ്ടക്കേടുള്ള പലരും, നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവ് അവരോട് കരുണ കാണിച്ചത് കൊണ്ടാണല്ലോ അവരൊക്കെ അവിടെ ഉള്ളത്, ഇപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചൊക്കെ പോകുന്നത്. കർത്താവ് കരുണ കാണിക്കുന്ന ഒരാളെ വിധിക്കാൻ, വെറുക്കാൻ, അവർക്കെതിരെ നിൽക്കാൻ, അവർക്കെതിരെ സംസാരിക്കാൻ നമുക്കെന്ത് യോഗ്യതയും അർഹതയുമുണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്ന ഈ വാക്യം നമ്മൾ വളരെ പേഴ്സണലായിട്ട് എടുത്ത് കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ, ഇവിടെ പ്രധാനപ്പെട്ട വാക്ക് എൻ്റെ ഹിതം, നീ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റൊന്നാണെങ്കിൽ നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക.